ഭാരതപ്പുഴ ആരുടെയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ എന്ന് ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിൻ്റെയോ പിതാശ്രീയുടെയോ വകയൊന്നുമല്ല. മനസ്സിലായില്ലേ? അതെ അതെ അതെ. തിരുനാവായും അങ്ങനെ ആരുടെയും വകയല്ല. അവിടെ നടക്കാൻ ഇനി അവിടുത്തെ പഞ്ചായത്ത് അനുവാദം തന്നില്ലെങ്കിലും നടത്തും. സുനാമി അനുവാദത്തോടുകൂടി വരുന്നതല്ല. അല്ല ഇല്ലേ? അല്ല എന്ന് പറഞ്ഞതുപോലെ ഒരുത്തൻ്റെയും അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. പിന്നെ അവർ ചിലർ തുണി ഉടുക്കും, ചിലർ ഉടുക്കാതിരിക്കും. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ. അതിനുള്ള ശക്തിയുള്ളവർ, ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. അത് ഏത് ഗവൺമെൻറ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും. മനസ്സിലായില്ലേ? അതിനുള്ള തപസ്സിൻ്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. കാണേണ്ടാത്തവർ വരണ്ട, അത്ര തന്നെ. മുണ്ടുടുത്തേ കാണുള്ളൂ എങ്കിൽ വരണ്ട, മുണ്ടുടുത്തവരെ മാത്രം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? പക്ഷെ ഇവൻ്റെയൊക്കെ മക്കൾ ജനിക്കുന്നത് മുണ്ടുടുത്തോണ്ടല്ല, അമ്മ ജനിച്ചത് മുണ്ടുടുത്തോണ്ടല്ല, മകള് ജനിച്ചത് മുണ്ടുടുത്തോണ്ടല്ല. ഇനി മുണ്ടുണ്ടോ ഇല്ലയോ, ഇത് ക്ഷേത്രങ്ങളിൽ പോലും പോകുമ്പോൾ എന്താണ് അവസ്ഥ? അവിടെ പല ശില്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവനൊക്കെ പോയി അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം ക്ഷേത്രങ്ങളിൽ അത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സംസ്കാരം ഉള്ളവൻ, ആ ഒരു ശീലമുള്ളവന് ദൈവത്തെ കാണാക്കില്ല. മനസ്സിലായില്ലേ? ഈശ്വര ദർശനത്തിന് ഇതിലേക്ക് മനസ്സ് പതിയാതെ പോകുന്നവനും മാത്രമേ സാധിക്കൂ. അപ്പോൾ സന്യാസിയെ, നാഗസന്യാസിയെ, ഏത് ദിഗംബരനെയെ സംബന്ധിച്ച് അവർ വസ്ത്രം ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവരുടെ പ്രശ്നമല്ല. ഇത് പ്രകൃതിയാണ്. ഇല്ല, നിങ്ങൾ വസ്ത്രം ഉടുക്കാതെ നടക്കണമെന്ന് ഇവിടുത്തെ ഒരു സന്യാസി ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല, നാളെയും പറയില്ല. സന്യാസി വസ്ത്രം ഉടുക്കണോ വേണ്ടോ എന്നുള്ളത് സന്യാസി തീരുമാനിക്കും എന്ന് പറയുന്നു. മനസ്സിലായുണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഹിജാബിന്റെ ഒരു പ്രശ്നം വന്നല്ലോ. വസ്ത്രധാരണം സ്വന്തം സ്വാതന്ത്ര്യമാണ്, ഇവിടെ ഭരണഘടന തന്നിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. സന്യാസിക്ക് അത് ബാധകമല്ലേ? വസ്ത്രം ധരിക്കണോ വേണമെന്ന്, ഏത് തരത്തിലുള്ള ധരിക്കണമെന്ന് സന്യാസി തീരുമാനിക്കും. പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും. ഭാരതപ്പുഴ ആരുടെയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ എന്ന് ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിൻ്റെയോ പിതാശ്രീയുടെയോ വകയൊന്നുമല്ല. മനസ്സിലായില്ലേ? തിരുനാവായും അങ്ങനെ ആരുടെയും വകയല്ല. അവിടെ നടക്കാൻ ഇനി അവിടുത്തെ പഞ്ചായത്ത് അനുവാദം തന്നില്ലെങ്കിലും നടത്തും. ഇനി ഇവിടെ മുഴുവൻ എല്ലാ പ്രദേശവും കമ്മ്യൂണിസ്റ്റുകാരും കയ്യേറി വെച്ചിട്ട് ഇനി എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ ഒന്നും നടക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇനി ശ്വാസം പോലും വലിക്കാൻ പറ്റൂലല്ലോ. പാർട്ടി ഗ്രാമമാണ്, ഇവിടെയുള്ളത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസമാണ്, നിങ്ങൾ വന്ന് വലിക്കരുത്. പാർട്ടിയുടെ സംസ്ഥാനമാണ്, ഈ സംസ്ഥാനത്തുള്ള വായു മുഴുവൻ, ഓക്സിജൻ മുഴുവൻ ഞങ്ങളുടേതാണ്, നിങ്ങളാരും വലിക്കരുത്. നടക്കുമോ? അതൊന്നും നടക്കില്ല. അതൊക്കെ വിഡ്ഢിത്തമാണ്. അതൊക്കെ നാശം, വിനേശകാലേ വിപരീത ബുദ്ധി എന്നുള്ള നിലയിൽ മാത്രമാണ് അതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ മാന്യമായി കുംഭമേള നടക്കാനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. യുപിയിൽ എന്താ സംഭവിച്ചത്? യോഗി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. 2500 കോടി 3000 കോടി രൂപ അദ്ദേഹം അതിന് ഖജനാവിൽ നിന്ന് ചിലവഴിച്ചു. ഇതൊക്കെ നോക്കൂ, ഒരു പ്രത്യേക മതത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നു, ഖജനാവിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. 2.5 ലക്ഷം കോടി രൂപയാണ് അവിടെ കൊണ്ട് ഉണ്ടായത് എന്നുള്ളത് മറക്കുന്നില്ല. പട്ടേലിന്റെ പ്രതിനിധി വെച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു ഇവർ ഇതൊക്കെ ഫണ്ടെടുത്ത് ദുർവിനിയോഗം ചെയ്യുകയാണ്, ഇതൊക്കെ പാഴ്ചെലവാണെന്ന് പറഞ്ഞു. ഇന്ന് എത്രായിരം ആളുകളാണ് അതുകൊണ്ട് ജീവിക്കുന്നത്. ചെലവാക്കിയതിന്റെ എത്രയോ ഇരട്ടിയാണ് അവിടെ ഗവൺമെന്റിൽ നിന്ന് റവന്യൂ ആയി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ? അപ്പം വിഡ്ഢികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇവർ സമരം ചെയ്തു. ഇന്ന് AKG സെന്ററിൽ കമ്പ്യൂട്ടറുകളില്ലാത്ത മുറിയില്ല. സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടറിലൂടെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇല്ലേ? അഴിമതി നടത്തുന്നതും കമ്പ്യൂട്ടർ വെച്ച് തന്നെയാണ്. ഇവര് ഒരു മതത്തിനെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ. ഒരു മതത്തിനെ എന്നുള്ളതല്ല, അവർക്ക് എവിടെ വോട്ട് ബാങ്ക് ഉണ്ടോ ആ വോട്ട് ബാങ്ക് ഉള്ളതിനെയൊക്കെ അവർ പ്രീണിപ്പിക്കും. നാളെ ഹിന്ദുവിനാണ് ഇവിടെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഹിന്ദുവിനെയും പ്രീണിപ്പിക്കും. യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഒന്നിനോടും അവർക്ക് സ്നേഹം കൊണ്ടല്ല അവരടുക്കുന്നത്. അവർക്ക് ഒന്നിനോടേ സ്നേഹമുള്ളൂ, അത് പണത്തിനോടാണ്, അത് അധികാരത്തിനോടാണ്. മനസ്സിലായില്ലേ? അത് കസേരയോടാണ്, ഭരണത്തിനോടാണ്. അതാണ് അവരുടെ മെയിൻ അജണ്ട.